ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോർഡിംഗ് മദ്രസയുടെയും കീഴിലുള്ള 2ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഉലൂമുദ്ദീൻ വാർഷിക എക്സാമിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ മറ്റ് മുൻ വർഷങ്ങളിലൊക്കെ നടന്ന ചോദ്യപേപ്പറൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്കുകൾ ലഭിക്കാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പ്ലേലിസ്റ്റ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ വിശദമായിട്ടൊന്നും പറയുന്നില്ല, ചോദ്യങ്ങൾ വായിച്ച ആൻസർ പറയുന്നുള്ളൂ. റിവിഷൻ ക്ലാസ് ആയിട്ട് നമ്മൾ മുമ്പ് ചെയ്ത ചോദ്യപേപ്പറിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉപകാരപ്പെടുത്താം. ആദ്യം കോളത്തിൽ ശരിയാപ്പെടുത്താനാണ്. സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്ന് ചൊല്ലണം. എപ്പോഴാണ് സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്ന് ചൊല്ലേണ്ടത്? സുജൂദിലാണ്. അപ്പോൾ നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാം. സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്ന് ചോദിച്ചിട്ടാണ്, അത് റുക്കോയിലാണ് കേട്ടോ. ഇനിയോ കഅബ അല്ലാഹു തആലയുടേതാണ്, അത് അവൻ സംരക്ഷിക്കും. ഇത് പറഞ്ഞത് ആരായിരുന്നു? അബ്ദുൽ മുത്തലിബാണ്. അബ്ദുൽ മുത്തലിബ് അബ്രാത്തിനോട് പറഞ്ഞതാണ്. അപ്പോൾ അത് ഓർക്കാം. അടുത്തതാ, അറിവ് നേടാൻ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പോയി. എവിടേക്കായിരുന്നു? ബഗ്ദാദിലേക്കാണ്. ഷെയ്ഖ് ജീലാനി ബഗ്ദാദിലേക്ക് അറിവ് നേടാനായി പോയി. അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം മസ്ജിദുകളാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം മസ്ജിദുകൾ. മാതാവ് വഫാത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചത് ആരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചത് അബ്ദുൽ മുത്തലിബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചത് അബ്ദുൽ മുത്തലിബാണ് മാതാവ് വഫാത്തായപ്പോൾ. അടുത്തതെന്താണ്? മുർസലുകളിൽ വിശ്വസിക്കൽ ഈമാൻ കാര്യങ്ങളിൽ. മുർസലുകളിൽ വിശ്വസിക്കൽ ഈമാൻ കാര്യങ്ങളിൽ എത്രാമത്തതാണ്? ഈമാൻ കാര്യങ്ങൾ 6. 1 അല്ലാഹുവിൽ, 2 മലക്കുകളിൽ, 3 കിതാബുകളിൽ, 4 മുർസലുകളിൽ. അപ്പോൾ നമുക്ക് 4ാമത്തത് എന്ന് ഇവിടെ ടിക്ക് ചെയ്യാം. അടുത്തതാ, ഇവരുടെ പൊരുത്തം സമ്പാദിച്ചവർ മാത്രമേ വിജയിക്കുകയുള്ളൂ. ആരുടെയാണ്? ഉസ്താദുമാരുടെ പൊരുത്തം സമ്പാദിച്ചവർ മാത്രമേ വിജയിക്കുകയുള്ളൂ. അടുത്തത്, ഫ ഇന്നക തഖ്ലീ വലാ യുഖ്ലാ അലൈക്. നമ്മൾ കുനൂത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ഇവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ അത് മാറി വരാം. നമ്മൾ കുനൂത്തിൻ്റെ ലഫ്ലുകൾ അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ അതെന്നാൽ ഹദൈത്ത് ഇവിടെ ഉണ്ടാവണം. അങ്ങനെ മനസ്സിലാക്കി എഴുതണം. ഫ ഇന്നക തഖ്ലീ വലാ യുഖ്ലാ അലൈക്. അപ്പോൾ അത് ടിക്ക് ചെയ്യാം. ഇനിയോ കർമ്മം ചെയ്യാൻ, ദാനം നൽകാൻ അല്ലാഹു തആല നൽകി. എന്താണ്? കർമ്മം ചെയ്യാനും ദാനം ചെയ്യാനൊക്കെ നമുക്ക് കൈകളാണ് തന്നത്. അതുപോലെ കാലുകൾ എന്തിന്, കണ്ണുകൾ എന്തിന്, അതൊക്കെ മനസ്സിലാക്കണം കേട്ടോ. അടുത്തതാ, ഇമാദുദ്ദീൻ, ദീനിൻ്റെ തൂണാണ്. എന്താണ്? നിസ്കാരം. അസ്വലാത്ത്, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരം, ദീനിൻ്റെ തൂണാണ്. നിസ്കാരം ദീനിൻ്റെ തൂണാണ്. ഇനി ചേരുമ്പടി ചേർക്കാനാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക. എന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക. അപ്പോൾ അതിൻ്റെ സി ഏതാണ്? പിന്നെ അല്ലാഹുമ്മ ഉഫിർലി മാ ഖദ്ദംതു. അപ്പോൾ അതിൻ്റെ ഡി ഏതാ? അടുത്തതാ, അസ്സലാമു അലൈക അയ്യുഹൻ നബി. അപ്പോൾ അതിൻ്റെ ബി എഴുതി കൊടുക്കുക. കുലിൽ ഹഖ് വലൗ കാന മുറ. കുലിൽ ഹഖ് വലൗ കാന മുറ. അപ്പോൾ അതിൻ്റെ ഈ എഴുതാം. ഇനിയോ അൽ വാലിദാനി ബാബൽ ജന്ന. മാതാപിതാക്കൾ സ്വർഗത്തിൻ്റെ കവാടങ്ങളാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ എഴുതി കൊടുക്കാം. അടുത്തത് പൂരിപ്പിക്കാനാണ്. റബ്ബി ഉഫർ ഡാഷ് വാന്ത ഹൈറു റാഹിമീൻ. കുനൂത്തിൻ്റെ അവസാനമാണ്. റബ്ബി ഉഫർ വർഹം വാന്ത ഹൈറു റാഹിമീൻ. അടുത്തതാ, ഉസ്താദുമാർ സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കണം. ഉസ്താദുമാർ സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കണം. അടുത്തതാ, അൽ മസ്ജിദുൻ നബവി മദീനയിൽ സ്ഥിതി ചെയ്യുന്നു. മസ്ജിദുൻ നബവി മദീനയിൽ സ്ഥിതി ചെയ്യുന്നു. മസ്ജിദ് നബവി എവിടെയാണ്? മദീനയിലാണ്. അടുത്തത്, റബീഉൽ അവൽ 12 ലോക മുസ്ലിങ്ങൾ ഡാഷ് ആഘോഷിക്കുന്നു. എന്താണ്? നബിദിനം ആഘോഷിക്കുന്നു ലോക മുസ്ലിങ്ങൾ എന്ന്. റബീഉൽ അവൽ 12 കേട്ടോ. ഇനി റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ദുആ. റബ്ബിർഹംഹുമാ
കമാ റബ്ബയാനി സ്വൈറ. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതണം. ഇശാ നിസ്കാരത്തിൽ ഇമാം ഫാത്തിഹ എങ്ങനെ ഓതണം? എങ്ങനെ ഓതണം? ഇമാമ് ഉച്ചത്തിൽ ഫാത്തിഹ ഓതണം. ഇമാമ് ഉച്ചത്തിൽ ഫാത്തിഹ ഓതണം. അപ്പം അത് എഴുതിയ. അടുത്തത്, സത്യവിശ്വാസി കളവ് പറയില്ല എന്ന് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആരോട്? ആരോടാണ് പറഞ്ഞത്? കൊള്ളക്കാരോട് പറഞ്ഞു സത്യവിശ്വാസി കളവ് പറയില്ല. ഷെയ്ഖ് ജീലാനി കൊള്ളക്കാരോടാണ് പറഞ്ഞത്. കഅബ തകർക്കാൻ വന്നവരുടെ തലയിൽ തീക്കല്ലുകൾ വർഷിക്കാൻ അല്ലാഹു തആല അയച്ചു. ആരെയാണ്? അബാബീൽ എന്ന കുഞ്ഞു പക്ഷികളെയാണ് അല്ലാഹു തആല കഅബ തകർക്കാൻ വന്നവരുടെ തലയിൽ തീക്കല്ലുകൾ വർഷിക്കാൻ അയച്ചത്. റബ്ബനാ ലക്കൽ ഹംദു എന്ന് തുടങ്ങുന്ന ദിക്ർ ചൊല്ലണം. എപ്പോഴാണ്? എഴുത്തിദാലിലാണ് റബ്ബനാ ലക്കൽ ഹംദു എന്ന് തുടങ്ങുന്ന ദിക്ർ ചൊല്ലേണ്ടത്. ഇതുപോലെ റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി എന്ന ദിക്ർ ചൊല്ലണം. എപ്പോഴും വെച്ചാലോ? 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ. നമുക്ക് കണ്ണും കാതും കയ്യും കാലും നൽകിയതാര്? എല്ലാം നൽകിയതാരാണ്? അല്ലാഹു തആലയാണ്. അപ്പോൾ അല്ലാഹു തആലയാണെന്ന് എഴുതാം. ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. സുബ്ഹി നിസ്കാരത്തിൽ എപ്പോഴാണ് കുനൂത്ത് ഓതേണ്ടത്? നമ്മൾ 2 ദിവസം മുന്നാണല്ലേ വീഡിയോ ചെയ്തത്. സുബ്ഹി നിസ്കാരത്തിൽ 2ാം റക്അത്തിൽ സുബ്ഹി നിസ്കാരത്തിലെ 2ാം റക്അത്തിലെ എഴുത്തിദാലിലാണ് കുനൂത്ത് ഓതേണ്ടത്. അടുത്ത ചോദ്യം, ഈമാൻ കാര്യങ്ങളിൽ 6ാമത്തേത്? ഈമാൻ കാര്യങ്ങളിൽ 6ാമത്തേത് എന്താണ്? അല്ലാഹു തആലയുടെ ഖദറിൽ വിശ്വസിക്കലാണ്. അല്ലാഹുവിൻ്റെ ഖദറിൽ വിശ്വസിക്കുക. ഈമാൻ കാര്യങ്ങൾ 6 ഓർഡറിൽ തന്നെ പഠിക്കണം. അപ്പോഴാണ് ഇങ്ങനെ എഴുതാൻ വന്നാലേ കഴിയുള്ളൂ കേട്ടോ. 3ാമത്തതും 4ാമത്തതും ഒക്കെ ചോദിക്കാം. അപ്പം എന്തായാലും ഓർഡറിൽ തന്നെ പഠിക്കാം. അടുത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എപ്പോൾ? എപ്പോഴാണ്? 63ാം വയസ്സിൽ. 63ാം വയസ്സിൽ മദീനയിൽ വെച്ച് വഫാത്തായി. 63ാം വയസ്സിൽ മദീനയിൽ വെച്ച് വഫാത്തായി. അടുത്തതാ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇതാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. ഇനി വീട്ടിലേക്ക് കയറുമ്പോഴാ ബിസ്മില്ലാഹി വലജ്ന വബിസ്മില്ലാഹി ഖറജ്ന വഅലല്ലാഹി റബ്ബിന തവക്കൽന. ഇതാണ് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അപ്പോൾ അത് പഠിക്കുക. അടുത്തത്, യമനിലെ അബ്രഹത്ത് രാജാവിനെ അസ്വസ്ഥനാക്കി എന്താണ്? വിശുദ്ധ കഅബയുടെ പ്രശസ്തിയാണ് യമനിലെ അബ്രഹത്ത് രാജാവിനെ അസ്വസ്ഥനാക്കിയത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങൾ. അപ്പം മുമ്പ് ചെയ്ത ചോദ്യപേപ്പറിൽ ഓരോ പാഠത്തു നിന്നും എന്തൊക്കെ മനസ്സിലാക്കി പഠിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് ഉലൂമുദ്ദീനിൽ നിന്ന് 12ാമത്തെ പാഠഭാഗം മുതലാണ് ഈ എക്സാമിന് പാഠഭാഗങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ അവിടുന്ന് മുതലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. നമുക്ക് ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.